അസ്സലാമലൈക്കും. സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. സ്നാക്ക് ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില, ഒരു പിടി മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ട പുഴുങ്ങിയതാണ്. ഈ പുഴുങ്ങിയ മുട്ട നമുക്കിതിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ഉരുളക്കിഴങ്ങും ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഉരുളക്കിഴങ്ങും ഇതിലേക്ക് കൈവച്ചൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ വീട്ടമ്മമാർക്ക് ഉള്ളതാണല്ലോ ഇനി എന്താണ് മക്കൾക്ക് കൊടുക്കുകയെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമില്ല. നമ്മളെ കയ്യിലുള്ളത് മാത്രം എടുത്ത് ചെയ്തെടുത്താൽ മതി. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അതാണ് 2 മുട്ടയും 2 ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടിയും 1 അര കപ്പ് കടലപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് സേമിയ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സേമിയയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടായത് കൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഞാൻ 2 ദിവസം മുമ്പേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊച്ചുമോളുടെ ബർത്ത്ഡേയുടെ. ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം ഞാൻ ഷോർട്ടായിട്ട് ഇട്ടത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസും ഇല്ല, പിന്നെ ലൈക്കും ഇല്ല. അത് കാരണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇനി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ കലക്കിയെടുക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ കലക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിൽ നിന്നും കൈവച്ച് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ കൈകൊണ്ട് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂണ് കൊണ്ടും ഇട്ട് കൊടുക്കാം. പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ എന്നും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് കുട്ടികൾ വരുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതായതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം ഇട്ട് കൊടുത്ത് തിരിച്ചിടുന്ന വീഡിയോ മിസ്സായി, അതാണ് ഞാൻ വീണ്ടും ഇത് കാണിച്ചത്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊന്നും ആരും പറയുന്നില്ല. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഇത് റെഡിയായി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയായിരുന്നു. കാരണം ഇതിൽ നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സേമിയ ഉണ്ട്, കടലമാവുണ്ട്. അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ക്രിസ്പി അല്ല, നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു സ്നാക്ക് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.